ഹലോ എവറിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രി എക്സാമിലെ സിലബസിലെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന മൊഡ്യൂളിലെ ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസുകളെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെയർ ഡൈ, കോസ്മെറ്റിക്സ്, മോത്ത് ബോൾസ്, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ തുടങ്ങിയ ടോപ്പിക്കുകളെ കുറിച്ചാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെമ്പററി ഹെയർ ഡൈ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ടെമ്പററി കളർ ചേഞ്ചസ് ദാറ്റ് ഫോർ ഹൗ ലോങ്. അപ്പൊ നമ്മൾ ഹെയർ കളേഴ്സ് ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് ടെമ്പററി ഹെയർ ഡൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര കാലം നീണ്ടു നിൽക്കുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 6 months, ഓപ്ഷൻ ബി 2 to 4 weeks, ഓപ്ഷൻ സി ഷാംപൂ ടു ഷാംപൂ, ഓപ്ഷൻ ഡി 1 week. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഷാംപൂ ടു ഷാംപൂ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഹെയർ ഡൈസ് 3 ടൈപ്പ് ഉണ്ട്. ടെമ്പററി ഹെയർ ഡൈ ഉണ്ട്, സെമി പെർമനന്റ് ഹെയർ ഡൈസ് ഉണ്ട്, ആൻഡ് പെർമനന്റ് ഹെയർ ഡൈസ് ഉണ്ട്. അപ്പൊ ടെമ്പററി ഹെയർ ഡൈ ആണെങ്കിൽ ഷാംപൂ ടു ഷാംപൂ വരെ, അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹെയർ ഡൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷാംപൂ ഇട്ട് വാഷ് ചെയ്താൽ തന്നെ ആ ഹെയർ ഡൈ പോകും, ആ കളർ പോകും. ആ ഒരു രീതിയിലുള്ളത് നമ്മൾ ടെമ്പററി ഹെയർ ഡൈ എന്ന് പറയുന്നത്. ദെൻ സെമി പെർമനന്റ് ഹെയർ ഡൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഹെയർ ഡൈസ് നമ്മുടെ ഹെയർസിൽ അയണിക് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ വാൺ ടു വാൺ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ആ ഡൈ അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അത് കുറച്ചു കാലത്തേക്ക് ആ ഒരു ഹെയർ ഡൈ നീണ്ടു നിൽക്കും. അതാണ് സെമി പെർമനന്റ് ഹെയർ ഡൈ എന്ന് പറയുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് പെർമനന്റ് ഹെയർ ഡൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഹെയർ ഡൈസ് ഈ കളർ പെൻട്രേറ്റ് ഹെയർ ടു ചേഞ്ച് നാച്ചുറൽ കളർ. അപ്പൊ നമ്മുടെ മുടിന്റെ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്ത്, അതായത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നാച്ചുറൽ കളറിനെ തന്നെ ചേഞ്ച് ചെയ്ത് പിന്നീട് നമ്മുടെ ഹെയറിന്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു കളർ തന്നെയായിട്ട് മാറാണ്. അത് പെർമനന്റ് ആണ്. അത് എത്ര ഷാമ്പു ചെയ്താലും പോവില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറും. ഓക്കെ, അപ്പം ഹെയർ ഡൈസ് 3 ടൈപ്പ് ഉണ്ട്. ടെമ്പററി ഹെയർ ഡൈ ഉണ്ട്, സെമി പെർമനന്റ് ഹെയർ ഡൈ ഉണ്ട്, ആൻഡ് പെർമനന്റ് ഹെയർ ഡൈസ് ഉണ്ട്. Second question, apply color over previously colored hair to refresh. The color is sometimes referred to as option A, color glazing, option B, alkaline color, option C, regrowth, option D, rebound. Okay, അപ്പൊ നമ്മൾ ഓൾറെഡി കളർ ചെയ്ത ഹെയർസിനെ വീണ്ടും ഒന്നും കൂടെ അത് ആ ഒരു കളർ മങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കളർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, കളർ ഗ്ലേസിംഗ് ആണ്. ഓക്കെ, കളർ ഗ്ലേസിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the black and brown pigments of the hair are given by. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ പിഗ്മെന്റ്സ്, പലരുടെയും മുടിയുടെ കളർ ഒന്നെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഹെയർസ് ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പം ഈ ഒരു ടൈപ്പ് ഹെയർ ഉണ്ടാവാന് അവർക്ക് നൽകുന്നത് ഏത് പിഗ്മെന്റ്സ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് യൂമെലാനിൻ, ഓപ്ഷൻ ബി ഫിയോമെലാനിൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ യൂമെലാനിൻ ആണ്. ഇത് ഒറിജിനൽ കളേഴ്സിനെ കുറിച്ചാട്ടോ പറയുന്നത്. നമ്മള് ചില ആളുകളുടെ മുടി, അത് ചില കൺട്രീസിലുള്ള ആളുകളുടെ മുടി പൊതുവെ ബ്ലാക്ക് ആയിരിക്കും. നമ്മുടെ ഇവിടെ ഉള്ള ആളുകളുടെ മുടിയൊക്കെ പൊതുവെ ബ്ലാക്ക് ആയിരിക്കും. ചില ആളുകളുടെ ഒരു ബ്രൗൺ കളർ ആയിരിക്കും. ഇനി മറ്റു ചിലടത്ത് വേറെ പല കളറും ആയിരിക്കും. അപ്പൊ അത് ചില കൺട്രീസിനനുസരിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ യൂറോപ്യൻസിന്റെ മുടിയൊക്കെ പൊതുവെ കുറച്ച് ബ്രൗൺ അല്ലെങ്കിൽ ഒരു വൈറ്റ് പോലുള്ള അങ്ങനത്തെ ഒരു ഗോൾഡൻ യെല്ലോ കളേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ. ഓക്കെ, അപ്പം ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് യൂമെലാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂമെലാനിൻ ആണെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് ആണ്. ബ്രൗണിഷ് ബ്ലാക്ക് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് യൂമെലാനിൻ എന്ന് പറയുന്നത്. ദെൻ ഫിയോമെലാനിൻ ആണെങ്കിൽ റെഡിഷ് യെല്ലോ കളർ ആണ്. ഒരു റെഡ്, ഒരു തിളക്കുള്ള റെഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ കളേഴ്സ് ഒക്കെ ഉള്ള പല ആളുകളുണ്ട്. നാച്ചുറലി അവരുടെ മുടിയുടെ കളർ അങ്ങനെയുള്ള ആളുകളുണ്ട്. സോ അവരുടെ
മുടിക്ക് ആ ഒരു കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ഫിയോമെലാനിൻ എന്ന് പറയുന്നത്. യൂമെലാനിൻ ആൻഡ് ഫിയോമെലാനിൻ ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻ ഹെയർ. അപ്പൊ നമ്മുടെ മുടിയിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ള പിഗ്മെന്റ്സുകളാണ് യൂമെലാനിൻ ആൻഡ് ഫിയോമെലാനിൻ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൂടുതലായിട്ടും എന്തായിരിക്കും? യൂമെലാനിൻ ആയിരിക്കും. അതുകൊണ്ടാണ് നല്ല ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാച്ചുറൽ കളർ വിച്ച് ഈസ് യൂസ്ഡ് ടു കളർ ദ ഹെയർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. ഇപ്പൊ നമ്മൾ ഹെയർ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല നാച്ചുറൽ കളേഴ്സും യൂസ് ചെയ്യും. അപ്പം ഇതിനകത്ത് നാച്ചുറൽ കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഹെന്ന, ഓപ്ഷൻ ബി ഇൻഡിഗോ, ഓപ്ഷൻ സി അംല ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, അപ്പം ഹെന്ന നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മുടിക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹെന്ന യൂസ് ചെയ്താൽ നല്ലൊരു റെഡിഷ് കളർ കിട്ടും. ദെൻ അംലയും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മുടിക്ക് നല്ല കളേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻഡിഗോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അതും ഒരു നാച്ചുറൽ കളറാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇൻഡിഗോ ഡൈ ഈസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഇൻഡിഗോ ഡൈ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ലീവ്സ് ഓഫ് സം പ്ലാന്റ്സ് ഓഫ് ഇൻഡിഗോ ഫെറ ജീനസ്. അപ്പോൾ ഇൻഡിഗോ ഫെറ ജീനസിൽ പെട്ട പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കളറാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിഗോ ഫെറ ജീനസിൽ പെട്ട ചെടിയാണ് നീലയാമിരി എന്ന് പറയുന്നത്. പലർക്കും അറിയുന്നുണ്ടാവും. നല്ലൊരു ബ്ലാക്ക് ബ്ലൂ പോലത്തെ, നേവി ബ്ലൂ പോലെയുള്ള ഒരു കളറാണ് ഇൻഡിഗോ ഫെറ ജീനസിൽ പെട്ട ലീവ്സിൽ നമുക്ക് കിട്ടുക. സോ ഇതെല്ലാം തന്നെ എന്താണ്? നാച്ചുറൽ കളേഴ്സ് ആണ്. ഹെയർ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നാച്ചുറൽ കളേഴ്സ് ആണ് ഹെന്ന, ഇൻഡിഗോ, അംല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The numbering system of hair color is made up of how many numbers? ഹെയർ കളേഴ്സിനെ നമ്മൾ എത്ര നമ്പേഴ്സ് ഉള്ള ഒരു സിസ്റ്റം ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 8 ആൻഡ് ഓപ്ഷൻ ഡി 10. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 10 ആണ്. അപ്പം 10 കളേഴ്സ് ഉള്ള ഒരു നമ്പറിംഗ് സിസ്റ്റം ആണ് ഹെയർ കളേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഈ 10 നമ്പറിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും. നമ്പർ 1 എന്ന് പറയുന്നത് ബ്ലാക്കും നമ്പർ 10 എന്ന് പറയുന്നത് ലൈറ്റസ്റ്റ് ബ്ലോണ്ട് എന്ന് പറയുന്ന കളറാണ്. ലൈറ്റസ്റ്റ് ബ്ലോണ്ട് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, ഭയങ്കര ഒരു വൈറ്റിനോട് അടുത്ത എന്നാല് ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളേഴ്സ് ഉള്ള ആ ഒരു രീതിയിലുള്ള ഹെയർ ഡൈനെയാണ് ലൈറ്റസ്റ്റ് ബ്ലോണ്ട് എന്ന് പറയുന്നത്. ഈ വളരെ നരച്ച മുടിയല്ല, പക്ഷെ എന്താണ് ഒരു ഗോൾഡൻ യെല്ലോന്റെ ഒരു ലൈറ്റ് കളർ വിത്ത് എന്നാൽ വൈറ്റിനോട് സാമ്യമുള്ള ആ ഒരു രീതിയിലുള്ള കളറാണ് ലൈറ്റസ്റ്റ് ബ്ലോണ്ട് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. പിന്നെ അവിടേക്ക് താഴേക്ക് വന്ന് ഏറ്റവും ലാസ്റ്റ് കളർ സിസ്റ്റം എന്ന് പറയുന്നത് 10 ആണ്, ലൈറ്റസ്റ്റ് ബ്ലോണ്ട്. Sixth question. Which oxide is used for permanent coloring of hair? ഹെയറിന്റെ പെർമനന്റ് കളറിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെയർ ഡൈസ് 3 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് പെർമനന്റ് ഹെയർ ഡൈസിൽ ഏത് ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓപ്ഷൻ ബി സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി മോണോക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി എനി ഓക്സൈഡ്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പെർമനന്റ് ഹെയർ ഡൈസിൽ യൂസ് ചെയ്യുന്ന ഓക്സൈഡ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് പെർമനന്റ് ഹെയർ കളറിംഗിൽ യൂസ് ചെയ്യുന്ന ഓക്സൈഡ് എന്ന് പറയുന്നത്. ഹെയർ ഡൈസ് 2 ടൈപ്പ് ഉണ്ട്, ഓക്സിഡേറ്റീവും ഉണ്ട്, അതുപോലെ നോൺ ഓക്സിഡേറ്റീവും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പെർമനന്റ്, സെമി പെർമനന്റ്, ടെമ്പററി ആ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ഡൈസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് പുറമെ ഓക്സിഡേറ്റീവ് ആൻഡ് നോൺ ഓക്സിഡേറ്റീവ് ഹെയർ ഡൈസ് എന്ന് പറഞ്ഞിട്ട് 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഓക്സിഡേറ്റീവിൽ വരുന്നതാണ് പെർമനന്റ് ഹെയർ ഡൈസ്, അതുപോലെ സെമി പെർമനന്റ്. ദെൻ നോൺ ഓക്സിഡേറ്റീവില് ചില ടൈപ്പ് സെമി പെർമനന്റും അതുപോലെ തന്നെ ടെമ്പററി
ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോൺ ഓക്സിഡേറ്റീവ് ഹെയർ ഡൈസിലാണ് കേട്ടോ. 7th question, what should be done before hair കളറിംഗ്? ഹെയർ കളറിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഓപ്ഷൻ എ എയർ കട്ടിംഗ്, ഓപ്ഷൻ ബി വാഷിംഗ് ദ ഹെയർ, ഓപ്ഷൻ സി പാച്ച് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പാച്ച് ടെസ്റ്റ്. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അല്ലെ. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് വരുമോ, അപ്പൊ നമ്മൾ ആ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഹെയർ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി, സ്കിൻ സെൻസിറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യും. അതായത് ചെറിയൊരു ഇത്തിരി ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. എന്നിട്ട് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കംപ്ലീറ്റ് ഹെയർസിൽ ഈ കളർ അപ്ലൈ ചെയ്യത്തുള്ളൂ. അത് ഹെയർ ഡൈസിന്റെ കാര്യത്തിൽ മാത്രമല്ല, കോസ്മെറ്റിക്സ് ഏത് തന്നെയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു പാച്ച് ടെസ്റ്റ് നടത്തും. അപ്പൊ ഫേസിലൊക്കെയാണ് കോസ്മെറ്റിക്സ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിം സാധനം നമ്മൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. നമ്മുടെ സ്കിന്നിന് അത് സെൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഹെയർ കളറിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും കോസ്മെറ്റിക്കിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ കളേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. 8th question, titanium dioxide is commonly present in option A lipstick, option B sunscreen, option C varnishing spray, option D mouthwash. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീനകത്ത് പ്രസന്റ് ആയിട്ടുള്ളതാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈറ്റാനിയം ഡയോക്സൈഡ് ഈസ് കോമൺലി പ്രസന്റ് ഇൻ സൺസ്ക്രീൻ. 9th question, which of the following agent assist in cleaning process in toothpaste? So ടൂത്ത് പേസ്റ്റിൽ ക്ലീനിങ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഫ്ലേവർ, ഓപ്ഷൻ ബി ഹ്യൂമക്റ്റന്റ്, ഓപ്ഷൻ സി ബ്രസീവ്, ഓപ്ഷൻ ഡി സ്വീറ്റനിങ് ഏജന്റ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അബ്രസീവ്. അബ്രസീവ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്ലീനിങ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റ് എന്ന് പറയുന്നത് അബ്രസീവ് ആണ്. അബ്രസീവിന്റെ എക്സാമ്പിൾസ് ആണ് കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക, അലുമിനിയം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ഓക്കെ, അപ്പൊ അബ്രസീവിന് എക്സാമ്പിൾസ് ആണ് കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക, അലുമിനിയം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. അബ്രസീവ് എന്ന് പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റിൽ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അബ്രസീവ് എന്ന് പറയുന്നത്. ഈ ഇൻഗ്രീഡിയന്റ് എന്ത് ചെയ്യും, ക്ലീനിങ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അബ്രസീവിന് എക്സാമ്പിൾസ് ആണ് കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. Next question. The most frequently used surfactant in shampoo are and option A anionic, option B cationic, option C non-ionic and option D all. ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആനിയോണിക് ആണ്. The most frequently used surfactant in shampoo are anionic. ആനിയോണിക്കിന് എക്സാമ്പിൾ ആണ്, ആനിയോണിക് സർഫക്റ്റൻസിന് എക്സാമ്പിൾ ആണ് ഷാംപൂ. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റും ആനിയോണിക് സർഫക്റ്റന്റിന് എക്സാമ്പിൾ ആണ്. എന്നാൽ കാറ്റിയോണിക് സർഫക്റ്റന്റിന് എക്സാമ്പിൾ ആണ് ഹെയർ കണ്ടീഷണേഴ്സ്. നോൺ അയണിക് സർഫക്റ്റൻസിന് എക്സാമ്പിൾസ് ആണ് ലിക്വിഡ് ഡിഷ് വാഷിംഗ് ഡിറ്റർജൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിക്കനേഴ്സ് commonly used in skin moisturizing products. So skin moisturizing productsലൊക്കെ നമ്മൾ ഒരു തിക്കനിങ്ങിന് വേണ്ടിയിട്ട് പല പ്രോഡക്റ്റുകളും പല ഏജന്റുകളും ആഡ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തത് സാന്തം ഗം, ഓപ്ഷൻ ബി സെല്ലുലോസ് ഡെറിവേറ്റീവ്സ്, ഓപ്ഷൻ സി ക്രിലിക് പോളിമേഴ്സ്, ഓപ്ഷൻ ഡി all of the above. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി all of the above. ഓക്കെ, അപ്പം എല്ലാ ഓപ്ഷനും ഒന്ന് ഓർത്ത് വയ്ക്കുക. തിക്കനേഴ്സ് ആണ് ഇവയെല്ലാം.
Thickeners commonly used in skin moisturizing products. Option A, xanthan gum. Option B, cellulose derivatives. Option C, acrylic polymers. 12th question. Chemically, all humectants have something in common and that is. അതായത് ഹ്യൂമക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് കീപ്പ് ചെയ്യുന്ന ഏജന്റുകളെയാണ് ഹ്യൂമക്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക കോസ്മെറ്റിക്സിലും അതിലൊരു മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉണ്ടാവും. അപ്പം അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഏജന്റുകളാണ് ഹ്യൂമക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാ ഹ്യൂമക്റ്റൻസിനും കോമൺലി പ്രസന്റ് ആയിട്ടുള്ള കെമിക്കൽ ആണ് ചോദിക്കുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അസറ്റോൺ ഗ്രൂപ്പ്സ്, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഈത. അപ്പം ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്. ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓൾ ഹ്യൂമക്റ്റൻസിലും പ്രസന്റ് ആണെന്നാണ് പറയുന്നത്. കോമൺലി പ്രസന്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾസ് ഓഫ് ഹ്യൂമക്റ്റൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമക്റ്റൻ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഏജന്റുകളാണ്. അപ്പം അതിനകത്ത് എല്ലാ ഹ്യൂമക്റ്റൻസിനകത്തും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാകും. ഇനി ഹ്യൂമക്റ്റന്റിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡൈ എഥിലിൻ ഗ്ലൈക്കോള്. ഓപ്ഷൻ ബി, ട്രൈ എഥിലിൻ ഗ്ലൈക്കോള്. ഓപ്ഷൻ സി, പോളി എഥിലിൻ ഗ്ലൈക്കോള്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. അപ്പോ എഥിലിൻ ഗ്ലൈക്കോള്, ഡൈ എഥിലിൻ ഗ്ലൈക്കോള്, ട്രൈ എഥിലിൻ ഗ്ലൈക്കോള്, പോളി എഥിലിൻ ഗ്ലൈക്കോൾസ് എല്ലാം തന്നെ എന്താണ്? ഹ്യൂമക്റ്റന്റുകൾക്ക് എക്സാമ്പിൾസ് ആണ്. 14th ക്വസ്റ്റ്യൻ, മോത്ത് ബോൾസ് കണ്ടെയ്ൻ. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? മോത്ത് ബോൾസ് നമ്മൾ പാറ്റുഗുളിക എന്നൊക്കെ പറയില്ലേ, ഇതാണ് മോത്ത് ബോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മോത്ത് ബോൾസ് കണ്ടെയ്ൻ ഓപ്ഷൻ എ, camphor, option B, benzoic acid, option C, naphthalene and option C, cinnamic acid. ഓക്കെ, അപ്പോ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നാഫ്തലിൻ ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, മോത്ത് ബോൾസ് ഓൾസോ നോൺ ആസ് നാഫ്തലിൻ. നാഫ്തലിൻ ബോൾസ് എന്ന് നമ്മൾ പറയും. മോത്ത് ബോൾസ് ഓൾസോ നോൺ ആസ് നാഫ്തലിൻ ബോൾസ്, അല്ലെങ്കിൽ പാരാഡൈക്ലോറോ ബെൻസീൻ എന്നും പറയും കേട്ടോ. ഓക്കെ, അപ്പം മോത്ത് ബോൾസ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് നാഫ്തലിൻ ബോൾസ് അല്ലെങ്കിൽ പാരാഡൈക്ലോറോ ബെൻസീൻ. ഈ മോത്ത് ബോൾസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. നമ്മൾ ഒരു വെള്ള കളറ്, ഒരു കുറച്ച് വലുപ്പമുള്ള, ഈ ഹോമിയോ ഗുളികന്റെ ഒക്കെ കുറച്ചുകൂടെ വലുപ്പമുള്ള അങ്ങനത്തെ ഒരു ടാബ്ലറ്റ്സ് ആണ് കേട്ടോ മോത്ത് ബോൾസ് എന്ന് പറയുന്നത്. ദെൻ ഈ മോത്ത് ബോൾസ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ, അത് തുറന്നു വെച്ചാൽ സബ്ലിമേഷൻ നടക്കും. അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഈ സോളിഡ് മോത്ത് ബോൾസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്യാഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒരു ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും അതിനകത്തുനിന്ന്. സോ സ്ട്രോങ് സ്മെല്ലിംഗ് ഫ്യൂംസ് ആണ്. അപ്പൊ ഈ സ്മെല്ല് തന്നെ എന്ത് ചെയ്യും? മോത്തുകൾ അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾക്ക് ഈ സ്മെല്ല് കാരണം ഇൻസെക്റ്റുകളൊക്കെ എന്ത് ചെയ്യും? ചത്തുപോകും. അതുപോലെ ഇതിന്റെ മുട്ടയൊക്കെ ഉണ്ടാവില്ലേ, ഇൻസെക്ട്സിന്റെ മുട്ട, മോത്സിന്റെ ഒക്കെ മുട്ടകളൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോവാണ് ചെയ്യാം. ഓക്കെ, റിപ്പൽ മോത്സ് ആൻഡ് അതർ ഇൻസെക്ട്സ്. ദെൻ നാഫ്തലിന്റെ ഫോർമുലയും കൂടെ ഒന്ന് നോക്കുക. C10H8 എന്നാണ് നാഫ്തലിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. മോത്ത് ബോൾസ് ഓൾസോ നോൺ ആസ് നാഫ്തലിൻ ബോൾസ് ഓർ പാരാഡൈക്ലോറോ ബെൻസീൻ. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ പാറ്റഗുളികയാണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് ഇത് മോത്ത് ബോൾസ് എന്ന് പറയുന്നത്. അത് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ സബ്ലിമേഷൻ നടക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് സ്ട്രോങ് സ്മെല്ലിംഗ് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്യൂംസ് എന്ത് ചെയ്യും? റിപ്പൽ മോത്സ് ആൻഡ് അതർ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിനെയും മോത്സിനെയും ഒക്കെ എന്ത് ചെയ്യും? അത് കില്ല് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ഈ മോത്സിന് മാത്രമല്ല, അതിന്റെ ലാർവ അല്ലെങ്കിൽ അതിന്റെ ആ ചെറിയ എഗ്സിനെ ഒക്കെ അത് നശിപ്പിക്കും. ദെൻ നാഫ്തലിന്റെ ഫോർമുല എന്ന് പറയുന്നത് C10H8 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.
ബൈ.